മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഐഷറിന്റെ ഒരു പുതിയ മോഡലായ പ്രോ 6019 ടിപ്പർ എന്ന് പറയുന്നതിന്റെ BS6 മോഡലാണ്. ഇത് ബേസിക്കലി ഒരു 4x2 ടിപ്പർ മോഡലാണ്. 6019 എന്ന് പറയുന്നതിൽ 1910 GVW വരുന്ന ഒരു ടിപ്പർ മോഡലാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി BS6 എന്ന് പറയുന്നത് ഭാരത് സ്റ്റേജ് 6 എന്ന് പറയുന്നതാണ്. ആ നോംസ് പ്രകാരം ഐഷർ നമുക്ക് വന്നിട്ടുള്ള വണ്ടിയാണ് ഈ 6019 ടിപ്പർ എന്ന് പറയുന്നത്. BS6 ഐഷറിൽ UTEC 6 എന്നാണ് പറയുന്നത്. ഓക്കെ, UTEC 6 എന്ന് പറയുന്നത് BS6 എന്നുള്ളതിന് ഉപരി വണ്ടിയുടെ മൈലേജും പെർഫോമൻസും എല്ലാം എൻഹാൻസ് ചെയ്തുകൊണ്ട് ഐഷർ മുന്നിൽ വെച്ച് തന്ന ഒരു സൊല്യൂഷനാണ് UTEC 6 എന്നാണ് നമുക്ക് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് 6019 ടിപ്പറിൻ്റെ ഡ്രൈവ് ലൈൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കും. ഡ്രൈവ് ലൈനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് VEDX5 എഞ്ചിനാണ്. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. 4 വാൽവ്സ് പെർ സിലിണ്ടർ ആണ്. കോമൺ റെയിലാണ് കൺട്രോൾ. ഈ എഞ്ചിനിൽ 210 ഹോഴ്സ് പവർ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 825 ന്യൂട്ടൺ മീറ്റർ ഫ്ലാറ്റ് ടോർക്കും കൂടെ ഈ എഞ്ചിൻ നമുക്ക് നൽകുന്നതാണ്. ഡെൻസോൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് നമ്മൾ ഈ എഞ്ചിനെ പവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്രയും പവർഫുൾ ആയ ഒരു എഞ്ചിനിൽ നിന്ന് നമ്മൾ ഗിയർ ബോക്സിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 395 mm ഡയമീറ്റർ വരുന്ന ഒരു ഓർഗാനിക് ഫുൾ ടൈപ്പ് ക്ലച്ച് ഡിസ്കിൽ കൂടെയാണ്. എയർ ആക്ച്വേറ്റഡ് ആണ് ഇതിൻ്റെ ക്ലച്ച് ആക്ഷൻ. അതിൻ്റെ കൂടെ തന്നെ ക്ലച്ച് വെയർ ഇൻഡിക്കേറ്ററും കൂടെ നമുക്ക് ഈ ക്ലച്ച് ബൂസ്റ്ററിൽ പ്രൊവൈഡ് ആയിട്ടുണ്ട്. ET90 ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. 6 ഫോർവേഡ് ഗിയേഴ്സ് ഉള്ള ഗിയർ ബോക്സ് ആണിത്. ഇതിന് 9.26:1 എന്ന് പറയുന്ന ഒരു ഡീപ് ഫസ്റ്റ് ഗിയർ റേഷ്യോ തന്നെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഈ ഒരു റേഷ്യോ തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും എടുത്തു പറയേണ്ട പവർഫുൾ ആയിട്ട് നമുക്ക് ലോഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു സെറേറ്റഡ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്. ലൂബ്രിക്കേറ്റഡ് ഫോർ ലൈഫ് ആണിത്. നമ്മളിതിൽ ഒരിക്കലും ലൂബ്രിക്കേഷൻ ചെയ്യേണ്ടി വരുന്നില്ല. ഡാന സ്പൈസർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. റിയർ ആക്സിലേക്ക് വരുമ്പം ഐഷറിലെ തന്നെ സിംഗിൾ റിഡക്ഷൻ ആക്സിലാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇതിന് 5.29 റിയൽ ആക്സിൽ റേഷ്യോ വരുന്നുണ്ട്. ടിപ്പറിൽ നമുക്ക് വന്നിരിക്കുന്നത് ഡോമെക്സ് 650 ചേസിസ് ആണ്. 2 C സെക്ഷൻ ചേസിസും ടോട്ടൽ 5 ക്രോസ് മെമ്പേഴ്സും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ടയറിലേക്ക് വരുവാണെങ്കിൽ 1120 ടയറാണ് വന്നിരിക്കുന്നത്. 7.5 ഇഞ്ചുള്ള വീൽ ഡിസ്കും കൂടെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇത് ഓഫ് റോഡ് അല്ലെങ്കിൽ ഓൺ റോഡ് പർപ്പസിൽ ഈ ലോഡ് കപ്പാസിറ്റിയിൽ നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നതായിരിക്കും. വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് എന്ന് പറയുന്നത് 220 ലിറ്റർ പോളിമർ ഫ്യൂവൽ ടാങ്ക് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 33 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ആഡ്ലോ ടാങ്ക് നമുക്ക് പ്രൊവൈഡ് ആയിട്ടുണ്ട്. പ്രോ 6019 ടിപ്പറിൽ വന്നിരിക്കുന്നത് 120 AHൻ്റെ 2 ബാറ്ററിയാണ്. നല്ലൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റം കൂടെ ഉള്ളിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കവറിൽ ടോട്ടൽ 24 വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്. അത് തരുന്ന 12 വോൾട്ടിൻ്റെ 2 ബാറ്ററീസ് ആണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഐഷറിൻ്റെ സെമി എലിപ്റ്റിക്കൽ ലീവ്സ് റിംഗ് സപ്പോർട്ടഡ് വിത്ത് ഹെൽപ്പർ ലീവ്സ് ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ടോട്ടൽ 10 ലീവ്സ് താഴത്തതിലും ഹെൽപ്പറിൽ 8 ലീവ്സും വരുന്നൊരു സസ്പെൻഷനാണ് നമുക്ക് പുറകിൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി പറയുവാണെങ്കിൽ 4 ലീവ്സ് ഉള്ള പാരാബോളിക് സസ്പെൻഷൻ സിസ്റ്റമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പ്രൊവൈഡഡ് വിത്ത് ഷോക്ക് അബ്സോർബർ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട് 2 റബ്ബർ സ്പ്രിങ്സും എക്സ്ട്രാ കൊടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രോ 6019 ക്യാബിൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് മുമ്പ് തന്നെ 6000 സീരീസിലെ ടിപ്പറുകളിൽ വന്നിട്ടുള്ള സെയിം ക്യാബിൻ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. നല്ലൊരു വൈഡർ ക്യാബിനാണ്. ഒരു 3 വൈപ്പർ സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ബെറ്റർ വിസിബിലിറ്റി ആണ് നമുക്ക് ഇത് ഓഫർ ചെയ്യുന്നത്. ഇനി ഓക്കെ, ഇത് AC എയർ കണ്ടീഷൻഡ് വെഹിക്കിളാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ക്യാബിൻ്റെ സസ്പെൻഷനെ പറ്റിയിട്ടാണ്.
നമുക്കിത് ശരിക്കും ഇപ്പം അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ്. നമ്മളിതിൽ മുമ്പുള്ള ക്യാബിൻ്റെ ഷെയ്ക്കും അതേപോലെ അതിനുള്ള വൈബ്രേഷൻസും കാര്യങ്ങളും ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് അഡ്വാൻസ് ആയിട്ട് വന്ന ഒരു ക്യാബിൻ സിസ്റ്റമാണ് ഈ നമ്മൾ കാണുന്ന ഈ രണ്ടെണ്ണം. പണ്ട് നമുക്കൊരു സ്റ്റെബിലൈസർ ബാർ വന്നിരുന്ന സ്ഥലത്ത് നമുക്കത് ഒഴിവാക്കി ഇത് ഒരു സിംഗിൾ ആം ആക്കി രണ്ട് ആം വന്നിട്ട് അതിൽ റബ്ബർ കുഷ്യൻ കൊണ്ടാണ് നമ്മൾ ഈ ക്യാബിൻ്റെ ഡാമ്പിങ് നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ക്യാബിനിലെ ട്രാവലിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണുന്നത് എ സിയുടെ പുറത്തുനിന്ന് എയർ എടുക്കുന്ന ഒരു ഫിൽറ്ററാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് എയർ അസിസ്റ്റ് ആണ്, അതിൻ്റെ കൂടെ ഓയിലും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഓയിലിൻ്റെ ഒരു ടാങ്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് വന്ന് വണ്ടിയുടെ എ സിയുടെ കണ്ടൻസറാണ്, പുറകിൽ ഇൻ്റർകൂളർ, അതിൻ്റെയും പുറകിലായിട്ട് നമുക്ക് റേഡിയേറ്റർ കാണാൻ സാധിക്കും. ഓക്കെ, റാണി കമ്പനിയുടെ ഒരു സ്റ്റിയറിംഗ് ബോക്സ് ആണ് നമുക്ക് ഈ പ്രോ 6019 മോഡലിൽ വന്നിരിക്കുന്നത്. അതിൽ നിന്നൊരു യോക്ക് ആൻഡ് സ്ലീവ് സിസ്റ്റം വഴിയാണ് നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ വണ്ടിയിൽ നമുക്ക് വന്നിരിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് സിസ്റ്റം തന്നെയാണ്. 2 ഡൂം വരുന്നുണ്ട്, ഒന്ന് ഡിമ്മിനും ഒന്ന് ബ്രൈറ്റിനും വേണ്ടി. പിന്നെ പാർക്ക് ലൈറ്റിനും ഇൻഡിക്കേറ്ററിനും വേണ്ടി സെപ്പറേറ്റ് വേറെ ഡൂം വരുന്നുണ്ട്. ഫോഗ്രാം ഓപ്ഷണലാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ആണ്. ഇത് മറ്റുള്ള വണ്ടികൾക്ക് അത്രയധികം പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെ വെളിച്ചം ഏറ്റവും നല്ലപോലെ നമ്മുടെ ഡ്രൈവർക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും പിന്നെ ഡ്രൈവിംഗ് സീറ്റിംഗ് പൊസിഷൻ വെച്ച് എർഗണോമിക്സും നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ക്യാബിൻ്റെ ഡിസൈൻ നമുക്ക് പറയാൻ സാധിക്കും. ടിൽറ്റബിൾ ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത് 2-way അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്കും നമുക്ക് ബാക്ക് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് കൺട്രോൾസ് ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് നോർമലി വരുന്ന പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റും കൺട്രോൾസ് തന്നെയാണ് വരുന്നത്. എടുത്തു പറയേണ്ടത് വണ്ടിക്ക് നമുക്ക് എൻഹാൻസ് ഫ്യൂവൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഈ ടിപ്പറിൽ ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെയാണ് ഇവിടെ ഒരു നോബ് കാണാൻ സാധിക്കും. ആ നോബ് നമ്മൾ പോകുന്ന സ്പീഡിൽ അബവ് 40 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ നമ്മൾ ഈ നോബ് ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ ഓൺ ആവും. പിന്നെ വണ്ടി സെയിം സ്പീഡിൽ പോവുമായിരിക്കും. ബ്രേക്കോ ക്ലച്ചോ നമ്മൾ അതിനുശേഷം ആക്ച്വേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടാവൂ, അല്ലെങ്കിൽ ഇതേ ബട്ടൺ തന്നെ യൂസ് ചെയ്യണം. ഇനി ലെഫ്റ്റ് സൈഡിലെ കോളം കൺട്രോളിൽ നമുക്ക് വരുന്നത് എൻജിൻ ബ്രേക്ക് ആണ്. വണ്ടീൻ്റെ എക്സോസ്റ്റ് ബ്രേക്ക് ആണ് ഈ ഒരു ഓൺ ഓഫ് രീതിയിൽ നമുക്ക് വരുന്നത്. പിന്നെ വൈപ്പറിൻ്റെ വാഷറും അതിൻ്റെ ബട്ടണാണ്. പിന്നെ 3 സ്പീഡ് ഓപ്പറേഷനുള്ള വൈപ്പറിൻ്റെ സ്വിച്ചുമാണ് ലെഫ്റ്റ് കോളത്തിൽ വരുന്നത്. ഹോൺ പാഡ് സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. ഐഷറിൻ്റെ ഒരു ലോഗോയോട് കൂടിയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെയാണ് ഹോൺ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ സ്വിച്ചസിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബാറ്ററി കട്ട് ഓഫിൻ്റെ സ്വിച്ചാണ്. നമ്മൾ ലോങ് ടേമിൽ വണ്ടി നമ്മൾ യൂസ് ചെയ്യാതെ നിർത്തിയിടുകയോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഡ്രെയിൻ ആവാതിരിക്കാൻ ബാറ്ററി എന്നുള്ള കണക്ഷൻ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്.
പിന്നെ നമുക്ക് വരുന്നത് ഈ വണ്ടി എം ബൂസ്റ്റർ ടെക്നോളജിയിലുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡുവൽ ടോർക്ക് ഫെസിലിറ്റി നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. സോ ആ ഡുവൽ ടോർക്കിൻ്റെ 2 ഓപ്പറേഷണൽ സ്വിച്ചസ് ആണ് ഇത് വരുന്നത്. സോ വണ്ടിക്ക് നമുക്ക് 3 ഡ്രൈവിംഗ് മോഡ് കാണാൻ സാധിക്കും. ആദ്യത്തേത് പവർ ആണ്, പിന്നെ ഇക്കോ മോഡുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇക്കോ പ്ലസ് മോഡും കൂടെ വണ്ടിയിൽ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ വണ്ടി നോ ലോഡ് കണ്ടീഷനിൽ നമ്മൾ ഹൈവേസിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇക്കോ പ്ലസ് ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് മാക്സിമം വണ്ടിക്ക് അപ്പം നോ ലോഡ് കണ്ടീഷനിൽ നമ്മൾ ഏറ്റവും കുറവ് പവറാണ് വേണ്ടി വരിക. സോ ആ പവറേ നമുക്ക് എഞ്ചിനിൽ നിന്ന് ലഭിക്കുള്ളൂ. സോ അതുവഴി നമുക്ക് ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. സോ വണ്ടി ഒരു ഹില്ലി ടെറൈനിൽ തന്നെ ഇപ്പം നോ ലോഡിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ലോഡ് വെച്ച് ഓടുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ എക്കോ പ്ലസ് ഓഫ് ചെയ്ത് വണ്ടി ഇക്കോ മോഡിലിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇല്ല നമുക്ക് വണ്ടി ഫുൾ ലോഡിലാണ് നമ്മൾ ഓടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഹില്ലി ടെറൈൻസ് മാത്രമാണ് നമ്മൾ ഓടിക്കുന്നതുകൊണ്ട് നമ്മൾ വണ്ടി പവർ മോഡിൽ ഉപയോഗിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്യൂവൽ കോച്ചിങ് ഡ്യുവൽ ടോർക്ക് ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് നമുക്കതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വണ്ടിയുടെ AC നോബാണ്. 4 ബ്ലോവർ സ്പീഡ് വരുന്ന AC ആണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബ്ലോവേഴ്സ് നമുക്ക് വണ്ടിയിൽ 5 ബ്ലോവേഴ്സോളം നമുക്ക് ഡ്രൈവർ ആൻഡ് കോ പാസഞ്ചർ സൈഡിലേക്ക് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ABSന്റെ വാർണിങ്ങിൻ്റെ ഒരു ലൈറ്റും നമുക്കൊരു 24 വോൾട്ട് നമ്മളെ മൊബൈൽ ചാർജിങ് പോലത്തെ ഒരു രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സോക്കറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റിയറിംഗിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ABSന്റെ വാർണിംഗ് സ്വിച്ച് ആണ്. നമ്മൾ ABS ആയിട്ട് ബന്ധപ്പെട്ട എറേഴ്സ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ബ്ലിങ്കിങ് കോഡ് തരുന്ന സ്വിച്ചാണിത്. തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ശരിക്ക് ഒരു പുതിയൊരു സ്വിച്ചാണ്, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. BS6 വെഹിക്കിൾസിൽ നമുക്ക് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഡീസൽ വെഹിക്കിൾസിന്റെ എക്സോസ്റ്റിൽ. സോ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്, അതിൻ്റെ ഒരു ഐക്കണാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. വണ്ടി റീജനറേഷൻ ചെയ്യേണ്ട സമയത്ത് റീജനറേഷൻ ചെയ്യാനും അഥവാ നമുക്ക് പെട്ടെന്ന് അത് നിർത്തേണ്ട ഒരു ആവശ്യം വരുമ്പം അത് ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളൊരു സ്വിച്ചാണ് ഈ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ബെൽ ടൈപ്പ് സ്വിച്ചാണ് അത് വന്നിരിക്കുന്നത്. ഐഷറിൽ തന്നെ HD വെഹിക്കിൾസിലെ Pro 6000 സീരീസിൽ മുമ്പ് വന്നുകൊണ്ടിരുന്ന അതേ മോണോക്രോം LCD ഡിസ്പ്ലേ ആണ് നമുക്ക് Pro 6019 ടിപ്പറിലും വന്നിരിക്കുന്നത്. സോ വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വണ്ടിയുടെ വെഹിക്കിൾ സ്പീഡാണ്. തൊട്ട് താഴെ നമുക്ക് ഫ്യൂവൽ ഗേജ് കാണാൻ സാധിക്കും. അതിനുശേഷം റൈറ്റ് സൈഡിൽ വണ്ടിയുടെ എൻജിൻ സ്പീഡ് RPM നമുക്ക് മെഷർ ചെയ്യുന്ന ഒരു അനലോഗ് മീറ്ററും അതിനുശേഷം വണ്ടിയുടെ എൻജിൻ കൂളൻ ടെമ്പറേച്ചർ കാണിക്കുന്ന ഒരു മീറ്ററും. ഈ 4 മീറ്ററിങ് നമുക്ക് അനലോഗ് ആണ്. അതിനുശേഷം വണ്ടിയുടെ സെൻറ്ററിലേക്ക് വരുന്ന സമയം നമുക്കൊരു LCD ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു സൈഡിൽ നമുക്ക് വണ്ടിയുടെ ഇപ്പോഴത്തെ കിലോമീറ്റർ കാണാൻ പറ്റും, പിന്നെ ഒന്ന് ഡേറ്റ്, എൻജിൻ അവേഴ്സ്, ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് എയർ പ്രഷറാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേൻ്റെ അത് നമുക്ക് തൊട്ട് താഴെ 4 കൺട്രോൾ ചെയ്യാനുള്ള നോബ്സ് വരുന്നുണ്ട്. നമ്മളത് പ്രസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഈ വണ്ടിയുടെ തന്നെ പല പല കാര്യങ്ങളും, അതായത് പുറത്തത്തെ നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചർ, അതിൻ്റെ കൂടെ തന്നെ ഓയിൽ പ്രഷർ, പിന്നെ ഇതും BS6 ഒരു പുതിയ ഒരു കാര്യമാണ് പരിചയപ്പെടുത്തുന്നത്. DPF കാണാൻ സാധിക്കും. DPF എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഡീസൽ പെർട്ടിക്കുലേറ്റ് ഫിൽട്ടർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഈ DPF ലെവല് നമുക്ക് 80%, അതായത് ഇതിപ്പോൾ 0-ലാണ്, ഇതൊരു 80% എത്തുന്ന സമയത്താണ് വണ്ടിക്ക് റീജനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ വണ്ടിയുടെ എക്സോസ്റ്റിൽ നടത്തേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയുള്ള സ്വിച്ചാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇത് മാനുവൽ റീജനറേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റീജനറേഷൻ നിർത്താൻ വേണ്ടിയിട്ടും ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി കൂളൻ ലെവല് നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്, മീറ്ററിൽ കാണിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ മീറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐഷർ 6019 ടിപ്പർ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ നമുക്ക് ഐഷർ വരുന്നത് 375 അടി കപ്പാസിറ്റി വരുന്ന ഒരു ലോഡ് ബോഡിയാണ്.
അതായത് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഐഷറിൻ്റെ തന്നെ പഴയ മോഡലായ പ്രോ 5016 ടിപ്പർ എന്ന് പറയുന്ന വണ്ടിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് വന്നൊരു മോഡലാണിത്. സോ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹൗസിങ്ങും ട്രാൻസ്മിഷനും വെച്ചിട്ട് ഈ ഒരു വണ്ടി നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഉണ്ടാക്കുക. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും നല്ലൊരു റെവല്യൂഷൻ തന്നെ ഈ ഒരു വണ്ടി കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു.